നമസ്കാരം. നമ്മൾ ഈ തണുത്ത വെള്ളം കുടിക്കുമ്പോഴോ, അല്ലെ ഐസ്ക്രീം പോലത്തെ തണുത്ത എന്തെങ്കിലുമൊക്കെ കഴിക്കുമ്പോഴോ തൊണ്ടവേദന വരാനായിട്ട് ചിലർക്ക് സാധ്യതയുണ്ട്. സാധാരണയായിട്ട് ഈ ടോൺസിലൈറ്റിസ്, അലർജി ഒക്കെ കൂടെ കൂടെ വരുന്നവരിൽ ഇങ്ങനെ തണുപ്പടിക്കുമ്പോഴോ, അല്ലെ തണുത്ത എന്തെങ്കിലും കഴിക്കുമ്പോഴോ തൊണ്ടയിൽ ഒരു കഞ്ചഷനൊക്കെ ഉണ്ടാവുകയും അവിടെ രോഗാണുക്കൾ കയറിപ്പറ്റുകയും കൂടുതൽ കൂടുതൽ ഇൻഫെക്ഷനിലേക്കും പനിയിലേക്കും ഒക്കെ പോകാറുണ്ട്. ഇതെങ്ങനെ തടയാമെന്ന് നോക്കാം. ഇതുപോലെ തണുത്തത് എന്തെങ്കിലും കഴിച്ചാൽ, അതായത് ഐസ്ക്രീമോ അല്ലെ തണുത്ത വെള്ളമോ ജ്യൂസോ എന്തെങ്കിലും കഴിക്കുകയോ കുടിക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഉടൻ തന്നെ ഒരു ഇഞ്ചിയും തേനും ചേർത്ത് നല്ല ചൂട് ചായ കുടിക്കുക. അഥവാ അത് കിട്ടിയില്ലെങ്കിൽ കുറച്ച് നല്ല ചൂട് വെള്ളം കുടിക്കുക. എന്നിട്ട് ഉപ്പ്, കുരുമുളക് അല്ലെ പനങ്കൽക്കണ്ടമൊക്കെ ചെറുതായിട്ട് ചവച്ച് അലിയിച്ചിറക്കുക. എന്നിട്ട് ഇറിറ്റേഷനൊക്കെ വേദനയൊക്കെ ഉണ്ടെങ്കിൽ ഇനി പറയുന്ന കാര്യങ്ങൾ ഏതെങ്കിലും ഒന്ന് ചെയ്ത് നോക്കുക. ഒന്നാമതായിട്ട് ഈ ഗ്രാമ്പു അതും കല്ലുപ്പും ചേർത്ത് ചവച്ച് അലിയിച്ചിറക്കുക. കൂടാതെ ചുക്ക്, കുരുമുളക്, തിപ്പിലി, പനങ്കൽക്കണ്ടം, തുളസി ഇല, പനിക്കൂർക്ക ഇല, ആടലോടകം ചേർത്ത് ചുക്ക് കാപ്പി ഇടയ്ക്കിടയ്ക്ക് കുടിക്കുക. ഇരട്ടിമധുരം ചേർത്ത് ചായ ഉണ്ടാക്കി കുടിക്കാം. ഈ ഇരട്ടിമധുരത്തിൻ്റെ തന്നെ തണ്ടുകൾ ചവച്ച് അതിൻ്റെ നീരിറക്കുന്നത് നല്ലതാണ്. കൂടാതെ ഈ വെളുത്തുള്ളി നീരും തേനും ചേർത്ത് കഴിക്കുന്നതും നല്ല എഫക്റ്റീവാണ്. അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഒരു അര സ്പൂണും കൂടെ ചേർത്ത് വായിൽ കൊള്ളുകയും തൊണ്ടയിൽ കുറച്ച് നേരം നിർത്തിയിട്ട് തുപ്പിക്കളയുകയും ചെയ്യുക. ഈ വയമ്പ് അല്ലെങ്കിൽ മുയൽ ചെവിയനൊക്കെ അരച്ച് തൊണ്ടയിൽ പുറമെ പുരട്ടുന്നതും വീക്കം കുറയ്ക്കാനായിട്ട് സഹായിക്കും.